ഹലോ നമസ്തേ എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യമായി എന്താണ് പാർട്ണർഷിപ്പ് എന്ന് നോക്കാം. സെക്ഷൻ 4 ഓഫ് ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 defines partnership as the relation between persons who have agreed to share the profit of a business carried on by all or any of them acting for all. 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ 4 പ്രകാരം പാർട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ, വ്യക്തികൾ തമ്മിലുണ്ടായിരിക്കുന്ന ഒരു ബന്ധമാണ്. ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്, എങ്ങനെയുള്ള വ്യക്തികളാണ്? ഒരു ബിസിനസിന്റെ ലാഭം വീതിക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിരിക്കുന്ന വ്യക്തികൾ തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധമാണ്. ക്യാരിഡ് ഓൺ ബൈ ആൾ, ആ ബിസിനസ് ആരായിരിക്കും നടത്തുക? എല്ലാ ആൾക്കാർക്കും വേണ്ടിയോ, ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എല്ലാ ആൾക്കാർക്കും വേണ്ടിയോ ഈ ബിസിനസ് നടത്തും. അപ്പം ഏതെങ്കിലും ഒരു വ്യക്തി എല്ലാ ആൾക്കാർക്കും വേണ്ടിയോ അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും വേണ്ടിയോ ബിസിനസ് നടത്തുകയും ലാഭം വീതിച്ചെടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് വ്യക്തികൾ തമ്മിലുണ്ടായിരിക്കുന്ന ഒരു ബന്ധത്തെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് എന്ന് 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് പാർട്ണർഷിപ്പ് ബിസിനസ്സിനകത്ത് ഉണ്ടായിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഇൻഡിവിജ്വലായിട്ട് പാർട്ണർ എന്നും പാർട്ണേഴ്സിനെ എല്ലാ ആൾക്കാരെയും കൂടെ ചേർത്ത് ഫേം എന്നും ഈ പാർട്ണർഷിപ്പ് ബിസിനസിന്റെ പേരിനെ ഫേം നെയിം എന്നും അറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ണർഷിപ്പ് ബിസിനസ് ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ആ എഗ്രിമെന്റ് എഴുതി തയ്യാറാക്കിയിട്ടുള്ളതോ വാക്കാൽ പറഞ്ഞിട്ടുള്ളതോ ആവാം. ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പേഴ്സൺസ് മേ ബി റിട്ടേൺ ഓർ ബൈ വേർഡ്സ്. ഓക്കെ, എഴുതി തയ്യാറാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളതോ ആവാം. ഇവിടെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. Wherever agreement between the partners are in writing, എപ്പോഴാണോ വ്യക്തികൾ തമ്മിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ണേഴ്സ് തമ്മിലുണ്ടായിരിക്കുന്ന എഗ്രിമെന്റുകൾ എഴുതി തയ്യാറാക്കപ്പെട്ടതാകുന്നത് എങ്കിൽ which contain the terms of agreement is called partnership deed. ഓക്കെ, അപ്പം അങ്ങനെ എഴുതി തയ്യാറാക്കുന്ന ഡോക്യുമെന്റിനെ പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. ഞാൻ ഒന്നും കൂടെ പറയാം. പാർട്ണർഷിപ്പിനകത്ത് ഉള്ള എഗ്രിമെന്റുകൾ ഓറൽ ആവാം, റിട്ടേൺ ആവാം. റിട്ടേൺ ആയിട്ടുള്ള എഗ്രിമെന്റുകളെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് വേറെവർ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് ആർ ഇൻ റൈറ്റിംഗ്, എപ്പോഴാണോ വ്യക്തികൾ തമ്മിലുണ്ടായിരിക്കുന്ന എഗ്രിമെന്റുകൾ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്, ദ ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്ൻ ദ ടേംസ് ഓഫ് എഗ്രിമെന്റ്, എന്താണ് വ്യക്തികൾ തമ്മിലുണ്ടായിരിക്കുന്ന എഗ്രിമെന്റുകളിനകത്തുള്ള ടേമുകളെല്ലാം പറയുന്നതിനെ ഈസ് കാൾഡ്, അറിയപ്പെടുന്നു പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പം വ്യക്തികൾ തമ്മിലുണ്ടായിരിക്കുന്ന എഗ്രിമെന്റുകൾ അതിനകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷനുകൾ എഴുതിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ന് പറയുന്നു? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നു. ഇറ്റ് ജനറലി കണ്ടെയ്ൻ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ ആസ്പെക്ട് അഫക്റ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് ഇൻക്ലൂഡിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്, കോൺട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ ബൈ ഈച്ച് പാർട്ണേഴ്സ്, റേഷ്യോ ഇൻ വിച്ച് ദ പ്രോഫിറ്റ് ആൻഡ് loss will be shared by the partners and entitlement of partners to the interest on capital, interest on loan, etc. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിരിക്കുന്നത് പാർട്ണർഷിപ്പ് ബിസിനസിന്റെ ലക്ഷ്യം എന്താണ്, ഓരോ വ്യക്തികളും എത്ര രൂപ ക്യാപിറ്റലായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണ്, അതേപോലെ തന്നെ പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ട്രീറ്റ്മെന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ എന്തൊക്കെയായിരിക്കും? ഒന്ന്, നോ പാർട്ണേഴ്സ് സാലറി, പാർട്ണേഴ്സിന് ആർക്കും സാലറി കൊടുക്കത്തില്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാകില്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടത്തില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ഈക്വലി, ലാഭവും നഷ്ടവും എങ്ങനെയായിരിക്കും? തുല്യമായിട്ടായിരിക്കും വഹിക്കുക. അഞ്ചാമത്തത്, പാർട്ണേഴ്സ് ലോൺ ഷാൾ ലെവി എ 6% ഇൻട്രസ്റ്റ് പെർ ആനം. പാർട്ണേഴ്സ് ബിസിനസ് നൽകുന്ന ലോണിന് പാർട്ണർഷിപ്പ് ബിസിനസ് 6% പലിശ നൽകേണ്ടതായി വരും. അപ്പം പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ എന്തൊക്കെയാണ്? പാർട്ണേഴ്സിന് സാലറി കിട്ടത്തില്ല, പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല, പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല, ലാഭവും നഷ്ടവും ഈക്വൽ ആയിട്ടായിരിക്കും വേദിക്കുക. പാർട്ണേഴ്സ് നൽകിയിരിക്കുന്ന ലോണിന് 6% പലിശ നൽകുക. ഇനി ഇതിനകത്ത് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട അക്കൗണ്ടിങ് ആസ്പെക്ട്സിലോട്ട് വരുമ്പോൾ പ്രധാനമായും പഠിക്കേണ്ടത് ഒന്നാമത്തെ ഐറ്റമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ശ്രദ്ധിക്കാം, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് മിയർലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ ഫേം. ഓക്കെ,
ഒരു ഫേമിൻ്റെ, ഇവിടെ ടേൺ ആണ് ഒരു മിസ്റ്റേക്ക് പറ്റിയാണ്. ഓക്കെ, ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ ആണ്, മിച്ചമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇറ്റ് ഷോ ഹൗ ദ പ്രോഫിറ്റ് ആർ അപ്രോപ്രിയേറ്റഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ണേഴ്സ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പാർട്ണേഴ്സിന് എങ്ങനെയാണ് ലാഭം വീതിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ ആണ്. അതിനകത്ത് പാർട്ണേഴ്സിന് എങ്ങനെയാണ് ലാഭം വീതിച്ച് നൽകുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇതിനകത്ത് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ് എന്നിങ്ങനെ 2 കോളങ്ങളാണുള്ളത്. as we know that ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. ഇനി ഇതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. Being it is a nominal account, all expenses are shown on the debit side and all incomes are shown on the credit side. Profit and loss appropriation account നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസുകളെല്ലാം എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇൻകങ്ങളെല്ലാം എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. നമുക്കൊന്ന് നോക്കാം. എല്ലാ എക്സ്പെൻസുകളും എവിടെ ആയിരിക്കും കാണിക്കുക? ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. ഹിയർ എക്സ്പെൻസ് മീൻസ് എമൗണ്ട് ഡ്യൂ ബൈ ദ ബിസിനസ് ടു ദ പാർട്ണർ. ബിസിനസ് പാർട്ണേഴ്സിന് നൽകാനുള്ള തുകകളാണ് ഇവിടെ എക്സ്പെൻസ് ആയി കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഈ എക്സ്പെൻസുകളെല്ലാം എവിടെ ആയിരിക്കും കാണിക്കുക? ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. അതായത് ബിസിനസ് പാർട്ട്നേഴ്സിന് നൽകാനുള്ള തുകകൾ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, കമ്മീഷൻ തുടങ്ങിയ സാധനങ്ങളായിരിക്കും എവിടെ കാണിക്കുക? ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സിന് നൽകാനുള്ള തുകകളെല്ലാം എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ക്രെഡിറ്റ് സൈഡിൽ എന്തായിരിക്കും കാണിക്കുക? ഇൻകം ആയിരിക്കും കാണിക്കുക. ഹിയർ ഇൻകം മീൻസ് എമൗണ്ട് ഡ്യൂ ബൈ ദ പാർട്ണേഴ്സ് ടു ദ ബിസിനസ്. പാർട്ണർ ബിസിനസ്സിന് വല്ല തുകകളും നൽകാനെ കൊണ്ടുണ്ട് എങ്കിൽ അതെവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. സാധാരണഗതിയിൽ അങ്ങനെ വരുന്ന ഒരു വരുമാനം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ വരും, ഇൻകങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡിൽ വരും. ഇവിടെ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പാർട്ണർക്ക് നൽകാനുള്ളതെല്ലാം എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അതെല്ലാം എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. പാർട്ണർ ബിസിനസ് നൽകാനുള്ള എല്ലാം ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുമാനമാണ്. അതുകൊണ്ട് അതെല്ലാം എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. നമുക്കൊന്ന് നോക്കാം ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഒന്ന് നെറ്റ് പ്രോഫിറ്റ്, അത് അവിടെ കിടക്കുന്നതാണ്. ക്വസ്റ്റ്യനിൽ കിടക്കുന്ന നെറ്റ് പ്രോഫിറ്റ് വരും. രണ്ടാമത്തെ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ സാധാരണ വരുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് നെറ്റ് പ്രോഫിറ്റും രണ്ടാമത്തെ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ആണ്. എന്നാൽ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരാം? പാർട്ണേഴ്സ് സാലറി, എയുടെയും ബിയുടെയും ഒന്നിലധികം പാർട്ണേഴ്സ് ആണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ പാർട്ണേഴ്സിന്റെ സാലറി എവിടെ വരും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ണേഴ്സ് കമ്മീഷൻ, ഈ 3 സാധനങ്ങളാണ് സാധാരണഗതിയിൽ എവിടെ വരിക? ഡെബിറ്റ് സൈഡിൽ വരിക. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ സാധാരണ വരുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഈ നെറ്റ് പ്രോഫിറ്റ് അവിടെ കാണും, ക്വസ്റ്റിനകത്ത് കാണും, അതെടുത്ത് അങ്ങോട്ട് എഴുതുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കമ്പ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് എഴുതുക. ഡെബിറ്റ് സൈഡിൽ വരുന്ന 3 ഐറ്റങ്ങൾ ഏതാണ്? പാർട്ണേഴ്സ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ണേഴ്സ് കമ്മീഷൻ. അതെടുത്ത് അവിടെ കാണിക്കുക, ഡെബിറ്റ് സൈഡിലോട്ട് എഴുതുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുക. വ്യത്യാസം കിട്ടുന്ന തുക പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ച് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. അതായത് ഇതിനകത്ത് വെച്ചിരിക്കുന്ന വ്യത്യാസം ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ആ വ്യത്യാസത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ച് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. അത് എങ്ങനെയാണ് വീതിക്കുന്നത് എന്നുള്ളതിനെ പറ്റി അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊരു ഓവർവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒന്നും കൂടെ പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകങ്ങളും ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകളുമാണ്. സാധാരണ രീതിയിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഇൻകം, ഒന്ന് നെറ്റ് പ്രോഫിറ്റ്, അത് ചോദ്യത്തിനകത്ത് കിടക്കുന്ന അതേപോലെ എഴുതുക. 2 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. 3 ഡെബിറ്റ് സൈഡിൽ വരുന്ന, അടുത്ത ഡെബിറ്റ് സൈഡിൽ വരുന്ന എന്താണ്? എക്സ്പെൻസുകളാണ്. അതായത് ബിസിനസ് പാർട്ണേഴ്സിന് നൽകാനുള്ളത്. അപ്പോൾ ബിസിനസ് പാർട്ണേഴ്സ് നൽകാനുള്ളതാണ് പാർട്ണറിന്റെ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ണേഴ്സിന്റെ കമ്മീഷൻ. അതെല്ലാം എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ഇപ്പോൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം ഡെബിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അത് ഡെബിറ്റിലോ ക്രെഡിറ്റിലോ വരാം. അപ്പോൾ ആ വ്യത്യാസത്തെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് അവിടെ കാണിക്കണം. എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വീതിച്ച് നൽകണം. അടുത്തത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. All transactions relating to the partners of a firm are recorded in the books of the firm through their capital accounts. അതായത് പാർട്ണറും ബിസിനസ്സും തമ്മിലുണ്ടായേക്കുന്ന എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷനുകളും ക്യാപിറ്റൽ അക്കൗണ്ട് വഴിയാണ് ഫേം റെക്കോർഡ് ചെയ്യുന്നത്.
This includes amount of money brought as capital, withdrawal of capital, share of profit, interest on capital, interest on drawings, partner's salary, partner's commission, etc. അതായത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് വരുന്ന സാധനങ്ങൾ എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണും, ഡ്രോയിങ്സ് കാണും, പ്രോഫിറ്റിന്റെ ഷെയർ കാണും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ണേഴ്സ് സാലറി, കമ്മീഷൻ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കും, പാർട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് കാണിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതാണ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര പാർട്ണേഴ്സ് ഉണ്ടോ അത്രയും എമൗണ്ട് കോളം നമ്മൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. ഓക്കെ, ഡെബിറ്റ് സൈഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡ് പാർട്ണർ പർട്ടിക്കുലേഴ്സ് എ ബി, പർട്ടിക്കുലേഴ്സ് എ ബി. ഇപ്പോൾ എ എന്ന് വെച്ചാൽ എയുടെ പാർട്ണറിന്റെ തുകയും, എ എന്ന് പറയുന്ന പാർട്ണറിന്റെ തുകയും, ബി എന്ന് പറയുന്നത് ബി എന്ന പാർട്ണറിന്റെ തുകയുമായിരിക്കും നമ്മളിവിടെ കാണിക്കുക. ഇനി ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും? ബാലൻസ് ബ്രോ ഡൗൺ, ദെൻ പാർട്ണേഴ്സ് സാലറി, പാർട്ണേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതായത് ലാഭമാണെങ്കിൽ അത് അവിടെ കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ മിച്ചം ലാഭമാണെങ്കിൽ അവിടെ കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഓപ്പണിംഗ് ക്യാപിറ്റൽ വരും, പാർട്ണേഴ്സ് സാലറി വരും, പാർട്ണേഴ്സിന്റെ കമ്മീഷൻ വരും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരും. ഓക്കെ, ഇത് നമ്മളൊരു ബന്ധവും കൂടി ഞാൻ പറഞ്ഞുതരാം. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ആയിരിക്കും വരിക? ഡ്രോയിങ്സ് വരും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരും. ഓക്കെ, ഇവ തമ്മിൽ ബാലൻസ് ചെയ്യുക. ആ വ്യത്യാസം ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. ഈ ബാലൻസ് ക്യാരി ഡൗണിനെ നമ്മൾ എങ്ങോട്ട് മാറ്റുക? ബാലൻസ് ഷീറ്റിനകത്തോട്ട് മാറ്റുക. ഇനി ഇവ തമ്മിലുണ്ടായിരിക്കുന്ന ചെറിയൊരു ബന്ധമുണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന സാധനം കണ്ടോ? പാർട്ണേഴ്സ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ണേഴ്സ് കമ്മീഷൻ, പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വന്നേക്കുന്ന സാധനങ്ങളെല്ലാം എവിടെ വരും? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വന്നേക്കുന്നത് കണ്ടോ? ഓക്കെ, ഇതാണ് നമ്മളുടെ എടുക്കുന്ന ബന്ധം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വന്നേക്കുന്ന എല്ലാ ഐറ്റങ്ങളും ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെ വന്നു? ക്രെഡിറ്റ് സൈഡിൽ വന്നു. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് കണ്ടോ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്നില്ലേ? ആ സംഭവമാണ് എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് വരാത്ത ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്തും ഉള്ളതും ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് വരാത്തതും ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് വരുന്നതായിട്ടുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ, രണ്ട് ഡ്രോയിങ്സ്, മൂന്ന് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് എടുക്കാതിരിക്കുകയും ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് എടുക്കുകയും ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോഴോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിരിക്കും എവിടെ കിടക്കുക? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാ സംഭവങ്ങളും ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ഒഴികെയുള്ള ഒരു ഐറ്റം, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് എവിടെ വരും? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരാത്തതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുക്കുന്നതുമായിട്ടുള്ള ഐറ്റങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ, രണ്ടാമത്തത് ക്ലോസിംഗ് ക്യാപിറ്റൽ, മൂന്നാമത്തത് ഡ്രോയിങ്സ്. അടുത്തതായി നമുക്ക് നോക്കേണ്ടുന്നത് there are two methods by which the capital accounts of partners can be maintained. പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് രണ്ട് മെത്തേഡുകളാണ്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നും രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നും. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണ് എന്ന് നോക്കാം. അണ്ടർ ദ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം only one account, that is capital account, is maintained for each partner. All adjustments such as share of profit and loss, interest on capital, drawings, interest on drawings, salary or commissions to partners, etc. are recorded directly in the capital account of the partners. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രത്യേകത ഇതാണ്. എല്ലാ തരത്തിലുള്ള പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ടേക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. അതായത് അവിടെ ഒരു ഒറ്റ അക്കൗണ്ട് മാത്രമേ വരയ്ക്കത്തുള്ളൂ. ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ വരയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷനുകളും വരുന്നതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡ് പ്രകാരം എന്തായിരിക്കും? എപ്പോഴും വ്യത്യാസമായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടാണ് അതിനൊരു ഉദാഹരണം. എന്നാൽ അടുത്തായി നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിനെ പറ്റി നോക്കാം. അണ്ടർ ദ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്
the capital of the partners shall remain fixed unless additional capital is introduced or part of the capital is withdrawn as per the agreement among the partners. അതായത് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിൽ വ്യത്യാസം എപ്പോഴും മാത്രമേ വരികയുള്ളൂ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ പെർമനന്റ് വിഡ്രോയിങ്സ്, അതായത് പാർട്ണർഷിപ്പ് എഗ്രിമെന്റിനകത്ത് പറഞ്ഞേക്കുന്നതിനനുസരിച്ചുള്ള പെർമനന്റ് വിഡ്രോയിങ്സ് നടക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ ക്യാപിറ്റലിൽ വ്യത്യാസം വരികയുള്ളൂ. അല്ലാതുള്ള എല്ലാ സമയത്തും ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെയായിരിക്കും ക്ലോസിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പം ഇവിടെ പ്രധാനമായും രണ്ട് അക്കൗണ്ടുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ടാമത്തെ എന്താണ്? കറണ്ട് അക്കൗണ്ടും. ഒന്നാമത്തെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്, രണ്ടാമത്തെ എന്താണ്? കറണ്ട് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രത്യേകത ഇതാണ്, അവിടെ രണ്ട് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും രണ്ട് കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണെങ്കിലോ ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? മെയിൻറ്റെയിൻ ചെയ്യുകയുള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് തന്നെ ആയിരിക്കും എല്ലായ്പ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്ലോസിംഗ് ആയി വരിക. അപ്പോൾ ഈ ക്യാപിറ്റൽ അല്ലാതെ ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും എവിടെ ആയിരിക്കും കാണിക്കുക? കറണ്ട് അക്കൗണ്ടിലായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും അതേപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും എവിടെ പോകും? ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് പോകും. ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും പാർട്ണേഴ്സ് സാലറി, പാർട്ണേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം എവിടെ വരും? നേരെ കറണ്ട് അക്കൗണ്ടിൽ വരും. നമുക്കൊന്ന് നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എപ്പോഴും എവിടെ വരും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ വരും. ക്ലോസിംഗ് ക്യാപിറ്റൽ എവിടെ വരും? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നെ വരും. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെയാണ് എപ്പോഴും എന്തായിട്ട് വരിക? ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് വരിക. ദെൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കണ്ട ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും, അതായത് പാർട്ണേഴ്സ് സാലറി, പാർട്ണേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, ഈ സംഭവങ്ങളെല്ലാം എവിടെ തന്നെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ഓക്കെ, എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യും. ചില സാഹചര്യങ്ങളിൽ ചോദ്യത്തിനകത്ത് ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് കാണും. അത് ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതുക, ഡെബിറ്റിലാണെങ്കിൽ അവിടെ കാണിക്കുക ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതുക. ഞാൻ നിങ്ങളെ പറയാം, ഇതിനകത്ത് ഈ പറഞ്ഞേക്കുന്ന അല്ലാതെ ചിലപ്പോൾ ഒരൊറ്റ ഐറ്റമേ വരത്തുള്ളൂ. ചോദ്യത്തിനകത്ത് ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ ബാലൻസ് ഡെബിറ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. ക്രെഡിറ്റ് ആണെങ്കിൽ അവിടെ കാണിക്കുക ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയേക്കുക. അടുത്തായി നമുക്ക് നോക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന തുകയ്ക്ക് ബിസിനസ് നൽകുന്ന പലിശ പറഞ്ഞ പേരാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. സലോനി ആൻഡ് സൃഷ്ടി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫെയിം. Their capital accounts as on 1st April 2016 showed a balance of 2 lakhs and 3 lakhs respectively. അതായത് സലോനിയും സൃഷ്ടിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 2 ലക്ഷവും 3 ലക്ഷം രൂപയാണ്. On 1st July 2016, സലോണി ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 1,50,000 രൂപയാണ്. ഇതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ആൻഡ് സൃഷ്ടി ഇൻട്രൊഡ്യൂസ് 60,000. സൃഷ്ടി എത്ര രൂപ ഇൻട്രൊഡ്യൂസ് ചെയ്തു? 60,000 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, on 1st October, Saloni withdraw 30,000 and on 1st January 2016, Srishti withdraw rupees 15,000 from their capital. Interest is allowed at 8% per annum. Calculate the interest payable on capital to the both partners during the financial year 2016-17. അപ്പോൾ നമുക്കിവിടെ ഇതാണ് ഈ 2016-17 കാലഘട്ടത്തിലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാനെ കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എളുപ്പത്തിന് ഓക്കെ പഠിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സലോണിയുടെ മാത്രം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പറയുന്ന ഒരു കാര്യം കേട്ടോണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഓരോ ട്രാൻസാക്ഷനും നടക്കുന്നിടം വരെയുള്ള ബാലൻസിൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണെന്ന്. ഇപ്പം സലോണിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ, സലോണിയുടെ ക്യാപിറ്റലാണ് നമുക്ക് നോക്കുന്നത്. സലോണിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു? 2 ലക്ഷം ഉണ്ടായിരുന്നു. അഡീഷണൽ ക്യാപിറ്റലായിട്ട് സലോണി എത്ര രൂപ കൊണ്ടുവന്നു? 50,000 രൂപ കൊണ്ടുവന്നു. എന്നാ കൊണ്ടുവന്നേക്കുന്നത്? 1/7. ഓക്കെ, അപ്പോൾ 1st April മുതൽ 1st July വരെ എത്ര രൂപ ഉള്ളായിരുന്നു? 2 ലക്ഷം രൂപ ഉള്ളായിരുന്നു. അപ്പം ഏപ്രിൽ, മെയ്, ജൂൺ
3 മാസം എത്ര രൂപയുള്ളായിരുന്നു? 2 ലക്ഷമേ ഉള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ജൂലൈ വരെ 2 ലക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പലിശ കണ്ടുപിടിച്ചാൽ പോലെ. അപ്പം ഇൻട്രസ്റ്റ് അപ് ടു ഫസ്റ്റ് ജൂലൈ വരെ എത്ര രൂപ ഉണ്ടായിരുന്നു? 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ജൂലൈയിലാണ് പിന്നെ 50,000 ഇടുന്നത്. അപ്പം ഫസ്റ്റ് ഏപ്രിൽ മുതൽ ഫസ്റ്റ് ജൂലൈ വരെ എത്ര രൂപ ഉള്ളായിരുന്നു? 2 ലക്ഷം രൂപ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ പലിശ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? 2 ലക്ഷം ഇൻറ്റു 8 ഡിവൈഡ് ബൈ 100. കാരണം 8% പലിശ ഇൻറ്റു 3/12. 3/12 എന്ന് വെച്ചാൽ ഏപ്രിൽ, മെയ്, ജൂൺ. ഫസ്റ്റ് ജൂലൈ ആകുമ്പോഴത്തേക്ക് ജൂൺ കംപ്ലീറ്റ് ആണ്. അപ്പോൾ എത്രയാണ്? 3/12. അപ്പം അത്രയും നാളത്തെ പലിശ എത്ര ഉണ്ടാകും മക്കളെ? 4000 രൂപയുണ്ട്. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്നാ നടക്കുന്നത്? ക്യാപിറ്റൽ വിഡ്രോൺ ഓൺ 1/10 30,000. 1/10 വരെ എത്ര രൂപ ക്യാപിറ്റൽ ഉണ്ടായ, പിന്നെ എത്ര രൂപ ക്യാപിറ്റൽ വിഡ്രോ ചെയ്തു? 30,000 രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ജൂലൈ മുതൽ ഫസ്റ്റ് ഒക്ടോബർ വരെ എത്ര രൂപ ക്യാപിറ്റൽ കാണും? 2.5 ലക്ഷം രൂപ കാണും. കാരണം എന്താണ്? 2 ലക്ഷം രൂപ തുടക്കത്തിലുണ്ടായിരുന്നു. ഫസ്റ്റ് ജൂലൈയിലായപ്പോൾ 50,000 രൂപയും കൂടി ഇട്ടു. അപ്പോൾ 2.5 ലക്ഷം രൂപയായി. ആ 2.5 ലക്ഷം രൂപ ഇങ്ങനെ കിടക്കുമ്പോൾ ഫസ്റ്റ് ഒക്ടോബറിൽ എത്ര രൂപ വിഡ്രോ ചെയ്തു? 30,000 രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ജൂലൈ മുതൽ ഫസ്റ്റ് ഒക്ടോബർ വരെ എത്ര രൂപ ഉണ്ടായിരുന്നു? 2.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കണ്ടേ? ഇൻട്രസ്റ്റ് അപ് ടു 1/10 ഫ്രം 1/7. അതായത് ഫസ്റ്റ് ജൂലൈ മുതൽ ഫസ്റ്റ് ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അവിടെ എത്ര രൂപ ഉണ്ടായിരുന്നു? 2.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. എത്ര ശതമാനമാണ് പലിശ? 8% പലിശ. എത്ര നാളത്തേക്കാണ്? 3 മാസത്തേക്ക്. എങ്ങനെയാണ് ഈ 3 മാസം വന്നേക്കുന്നത്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. കാരണം ഫസ്റ്റ് ജൂലൈയിലാണ് 50,000 രൂപ ഇട്ടേക്കുന്നത്. അപ്പം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഫസ്റ്റ് ഒക്ടോബറിലാണ് പിന്നെ 30,000 രൂപ വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പം 3 മാസം. ആ 3 മാസത്തേക്ക് എത്ര രൂപയാണ് നമ്മളുടെ പലിശയായിട്ട് എടുക്കാം? 5,000 രൂപയായിട്ട് എടുക്കാം. പിന്നീട് ട്രാൻസാക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് ആകുമ്പോഴത്തേക്ക് എത്ര രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ? 2,20,000 രൂപയെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഒക്ടോബർ മുതൽ 31 മാർച്ച് വരെ എത്ര രൂപയ്ക്ക് പലിശ കൊടുക്കണം? 2,20,000 രൂപയ്ക്ക് പലിശ കൊടുത്താൽ മതി. എത്ര ശതമാനം? 8%. കാലയളവ് എത്രയാണ്? 6 മാസം. എങ്ങനെ 6 മാസം വന്നേ? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇങ്ങനെ 6 മാസത്തേക്കുള്ള പലിശ. അപ്പം എത്ര രൂപ കിട്ടും? 88,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഇത് 3 കൂടെ കൂട്ടുന്നതായിരിക്കും. 4,000 പ്ലസ് 5,000 പ്ലസ് 8,500 ഈക്വൽ ടു 17,800 രൂപ. ഓക്കെ, ഇതിന്റെ കൂട്ട് തന്നെയാണ് സൃഷ്ടിയുടേതും നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വരെയുള്ള കണ്ടുപിടിക്കുന്നത് ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്നിടം വരെയുള്ള കാലയളവിലാണ് കണ്ടുപിടിക്കുന്നത്. തുക എന്താണ്? ആ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ്. ഏറ്റവും അവസാനത്തെ ട്രാൻസാക്ഷൻ മുതൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നിടം വരെയുള്ള ഇൻട്രസ്റ്റും പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഇതിനകത്ത് ഉണ്ട് എങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സിമ്പിളാണ്. നമ്മൾ പിൻവലിക്കുന്ന തുക മാസമാണ് എങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു തുക വിഡ്രോ ചെയ്യുന്നത് മാസത്തിൻ്റെ തുടക്കത്തിലാണ് എങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ദ ഇയർ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 6.5/12. അതായത് ഇപ്പോൾ ഉദാഹരണം, ഓരോ മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരാൾ 1,000 രൂപ വീതം വെച്ച് പിൻവലിച്ചു. അപ്പോൾ 1000 ഇൻറ്റു 12 12,000 ആണ് മൊത്തത്തിലുള്ള തുക. ഇൻറ്റു 10% പലിശ നിൽക്കട്ടെ, 10/100 ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12. ആ പീരീഡിനകത്ത് മാത്രമാണ് വ്യത്യാസം. ബിഗിനിങ് ഓഫ് ദി ഈച്ച് മന്ത് ആണെങ്കിൽ പീരീഡ് എത്ര ആയിരിക്കും? 6.5 ഡിവൈഡ് ബൈ 12 ആയിരിക്കും. ഇനി ഈ ഫിക്സഡ് എമൗണ്ട് ആർ വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് മന്ത്. ഓരോ മാസത്തിൻ്റെയും അവസാനമാണ് നമ്മൾ 1000 രൂപ വീതം വെച്ച് പിൻവലിക്കുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഫോർ ദ ഇയർ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12. അവിടെയും പീരീഡിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അടുത്തത്, ഈ ഫിക്സഡ് എമൗണ്ട് ആർ വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസത്തിൻ്റെയും മധ്യഭാഗത്ത് വെച്ചിട്ടാണ് എമൗണ്ടുകൾ വിഡ്രോ ചെയ്യുന്നതിരിക്കട്ടെ. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഫോർ ദ ഇയർ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 6/12. അവിടെയും പീരീഡിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എത്രയാണ്? 6/12. ഇത് ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്തേക്കുക? വൃത്തിയായിട്ട് പഠിച്ചേക്കുക. പീരീഡിന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ വ്യത്യാസം. എന്നാൽ ക്വാർട്ടർലി വിഡ്രോൺ, ക്വാർട്ടർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 3 മാസം കൂടുമ്പോഴാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് ഇരിക്കട്ടെ. ഈ ഫിക്സഡ് എമൗണ്ട് ആർ വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഓരോ ക്വാർട്ടറിൻ്റെയും തുടക്കത്തിലാണ് ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ വിഡ്രോ ചെയ്യുന്നത്. ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കണം, മാർച്ച് മാസമാണ് അവസാനിക്കുന്നതെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ
ഒരു ക്വാർട്ടർ, ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ രണ്ടാമത്തെ ക്വാർട്ടർ, ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്നാമത്തെ ക്വാർട്ടർ, ജനുവരി ഫെബ്രുവരി മാർച്ച് നാലാമത്തെ ക്വാർട്ടർ. നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് പറയുന്ന സംഭവമൊക്കെ സ്റ്റാറ്റിക്സിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഫോർ ദി ഇയർ എ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 7.5 ഡിവൈഡ് ബൈ 12. അവിടുത്തെ പീഡിനകത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, 7.5 ഡിവൈഡ് ബൈ 12. അതായത് സപ്പോസ് 3000 രൂപ വീതം വെച്ച് ഓരോ ക്വാർട്ടറിൻ്റെയും തുടക്കത്തിൽ വിഡ്രോ ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ 3000 ഇൻറ്റു 4, കാരണം 4 ക്വാർട്ടറുകളാണല്ലോ ഒരു കൊല്ലം ഉണ്ടാകുന്നത്. അപ്പോൾ 12000 ഇൻറ്റു പലിശയുടെ നിരക്ക് 8% ഇൻറ്റു 8 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 7.5 ഡിവൈഡ് ബൈ 12. ഓക്കെ, ഇനി അടുത്തത്, ഇഫ് ദ എമൗണ്ട് ആർ വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ, ഓരോ ക്വാർട്ടറിൻ്റെയും അവസാനമാണ് ഇനി ഈ തുകകൾ വിഡ്രോ ചെയ്യുന്നതിരിക്കട്ടെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഫോർ ദി ഇയർ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 4.5 ഡിവൈഡ് ബൈ 12. അവിടെയും പീരീഡിന് മാത്രമാണ് വ്യത്യാസം. അടുത്തത്, ഈ ഫിക്സഡ് എമൗണ്ട് ആർ വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ, അതായത് ഓരോ ക്വാർട്ടറിന്റെ മധ്യഭാഗത്താണ് ഈ എമൗണ്ടുകൾ വിഡ്രോ ചെയ്യുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഫോർ ദ ഇയർ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു പീരീഡിന് മാത്രം വ്യത്യാസം 6/12. അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങൾ ഒന്നിലധികം തവണ കേൾക്കാൻ കൊണ്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ അൺഈക്വൽ ഇൻ്റർവെല്ലിലാണ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മെത്തേഡുമായി അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ ആണിത്. ദയവായി നിങ്ങൾ ഒന്നിലധികം തവണ ഇത് കേൾക്കുക. കേട്ടിട്ട് നോട്ടുകൾ നിർബന്ധമായും എഴുതി വെക്കുക. അത് വീണ്ടും നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് എന്നത്തേക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റായിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്